ഹലോ എവരിവൺ. നമ്മുടെ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷനാണ് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. അപ്പോൾ നമുക്കിത് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു പാർട്ട്ണർ വിരമിച്ച് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് എമൗണ്ട് കൊടുത്തു വിടാനുണ്ടാവും. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടാവുക? അതേപോലെ ഈ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണർ എന്തെല്ലാം കാര്യങ്ങളാണ് ഫേമിന് തിരിച്ചു കൊടുക്കാനുണ്ടാവുക? ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ആക്ച്വലി അദ്ദേഹത്തിന് ആ ഒരു റിട്ടയർമെൻറ്റ് സമയത്ത് കൊടുക്കേണ്ട എമൗണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. യു ഹാവ് ടു പ്രിപ്പയർ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദി റിട്ടയറിംഗ് പാർട്ട്ണർ. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. നമ്പർ 1, ക്യാപിറ്റൽ ഓൺ ദി ഡേറ്റ് ഓഫ് ദി ലാസ്റ്റ് ബാലൻസ് ഷീറ്റ്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ബാലൻസ്, ലാസ്റ്റ് ബാലൻസ് ഷീറ്റിലുള്ള ക്യാപിറ്റൽ ബാലൻസ് ആണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് നിങ്ങൾക്ക് അവിടെ എഴുതാം. ക്യാപിറ്റൽ ബാലൻസ് ഫ്രം ബാലൻസ് ഷീറ്റാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഇത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. ഇപ്പോൾ ക്രെഡിറ്റ് ഭാഗത്ത് നമ്മൾ കാണിക്കുന്ന എമൗണ്ട് എല്ലാം തന്നെ ആ പാർട്ട്ണറിന് കൊടുക്കാനുള്ള എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ആ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്, ക്യാപിറ്റൽ ബാലൻസ് വർദ്ധിപ്പിക്കുന്ന, കൂട്ടുന്ന കാര്യങ്ങളായിരിക്കും. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ എറ്റ്സെട്ര. അതായത് എനി റെമ്യൂണറേഷൻ പേയബിൾ ടു ദാറ്റ് പാർട്ട്ണർ, സാലറി ആയിക്കോട്ടെ, കമ്മീഷൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ മുകളിൽ നമ്മൾ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് പ്രകാരം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക. സോ റെമ്യൂണറേഷൻ ടു പാർട്ട്ണറും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഓഫ് ദ ഫേം, ഫേമിൻ്റെ ടോട്ടൽ ഗുഡ് വിൽ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഷെയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഷെയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് PSR വെച്ചില്ലേ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഷെയർ കൊണ്ട് ആ ടോട്ടൽ ഗുഡ് വിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ഗുഡ് വിൽ കിട്ടും. അത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യാം. ഈ എമൗണ്ട് കൊടുക്കാരാണ്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആണ്, റിമൈനിങ് പാർട്ട്നേഴ്സ് ആണ്. അവർ ഗെയിനിങ് റേഷ്യോയിൽ ഈ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കും. അപ്പോൾ നമ്മൾ അടുത്ത കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ഓഫ് ഗുഡ് വിൽ ആണ്. ദെൻ തൊട്ടടുത്ത ഐറ്റം വരുന്നത് ഷെയർ ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി ഭാഗത്തുള്ള റിസർവുകൾ, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് അതിലെ ആ ഓൾറെഡി ഉള്ള പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഇതും റിസർവ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ്. ഈ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കേണ്ട അടുത്ത ഐറ്റം റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. സോ നമ്മൾ റിട്ടയർമെൻറ്റ് സമയത്ത് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അവിടെ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ഇദ്ദേഹത്തിന് കൂടെ അവകാശപ്പെട്ടതാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ. ദെൻ ഹി ഷെയർ ഇൻ ജോയിൻറ്റ് ലൈഫ് പോളിസി സറണ്ടർ വാല്യൂ. നോർമലി നമ്മൾ പാർട്ട്ണർഷിപ്പിനകത്ത് ജോയിൻറ്റ് ലൈഫ് പോളിസികൾ എടുക്കാറുണ്ട്. ഡെത്തിൻ്റെ സമയത്തോ റിട്ടയർമെൻറ്റ് സമയത്തോ ഒക്കെ നമ്മൾ ഈ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറിന് ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ എമൗണ്ടിന് വേണ്ടി നമ്മൾ പോളിസീസ് എടുത്ത് വെക്കാറുണ്ട്. ഇങ്ങനെ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെത്ത് ആവുന്ന സമയത്ത് നമ്മൾ ആ പോളിസി സറണ്ടർ ചെയ്യും. സറണ്ടർ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിന് അദ്ദേഹത്തിൻ്റെ ഷെയർ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം അദ്ദേഹത്തിൻ്റെ ഷെയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ. ദെൻ ഹിസ് ഷെയർ ഇൻ പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ റിട്ടയർമെൻറ്റ് ചെയ്യുന്നത് വരെയുള്ള, ലാസ്റ്റ് ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റ് തൊട്ടിട്ട് റിട്ടയർമെൻറ്റ് ചെയ്യുന്നത് വരെയുള്ള, ഇവിടെ നോർമൽ കേസിൽ ക്ലോസിംഗ് ഡേറ്റിനാണ് റിട്ടയർ ചെയ്യുന്നത്, മാർച്ച് 31-നാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമ്മളതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും. ആ പ്രോഫിറ്റിൻ്റെ ഷെയർ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ഇൻ ബിറ്റ്വീൻ, ഇപ്പോൾ ഒരു ജൂണിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജൂലൈയിൽ റിട്ടയർ ചെയ്യുകയാണ്, ആ സമയത്താണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് തൊട്ടിട്ട് ഈ ജൂൺ വരെയുള്ള, അതായത് മാർച്ച് 31 തൊട്ടിട്ട് ജൂൺ വരെയുള്ള ഒരു ടൈം പീരീഡ്, ആ സമയത്തുള്ള പ്രോഫിറ്റ് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പ്രോഫിറ്റിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഷെയർ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കണം. സോ പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ഷെയർ കണ്ടുപിടിച്ചിട്ട് അത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത്
കാണിക്കേണ്ടത്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് വേണം, ഇൻട്രസ്റ്റ് വേണം, സാലറി വേണം, എനി അതർ റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കുക, ഷെയർ ഓഫ് ഗുഡ് വിൽ ഉണ്ടാവും, റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കണം, റിസർവും സർപ്ലസിൻ്റെയും ഷെയർ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കണം. ദെൻ ജോയിൻറ്റ് ലൈഫ് പോളിസി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സറണ്ടർ വാല്യൂവിൽ ഈ റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ഷെയർ നമ്മൾ അവിടെ കാണിക്കണം. ദെൻ വൺ മോർ ഐറ്റം ദാറ്റ് ഈസ് കോൾഡ് പ്രോഫിറ്റിൻ്റെ ഷെയർ അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കേണ്ടത്. ഇനി പാർട്ട്ണർ എന്തെങ്കിലും കാര്യങ്ങൾ തിരിച്ച് ഫേമിലേക്ക് അടയ്ക്കാനുണ്ടെങ്കിൽ, ഫേമിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ഓക്കെ, എന്തൊക്കെയാണ് നോക്കാം. നമ്പർ 1, ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് ലോസസ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമുക്ക് മേ ബി ലോസ് കാണാൻ സാധ്യതയുണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞൊരു ഐറ്റം തന്നു കഴിഞ്ഞാൽ അത് ലോസ് ആണ്, അക്യുമുലേറ്റഡ് ലോസ് ആണ്. അതിൻ്റെ ഷെയർ നമ്മൾ ഡെബിറ്റ് ഭാഗത്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഹിസ് ഷെയർ ഓഫ് റീവാലുവേഷൻ ലോസ്. റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്താണ് പോസ്റ്റ് ചെയ്യേണ്ടത്. റീവാലുവേഷന് ലോസ് ആണ് വന്നതെങ്കിലോ അതെവിടെ പോസ്റ്റ് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്യാം. ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ പീരീഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇത്രയും കാര്യങ്ങൾ ഡെബിറ്റ് ഭാഗത്താണ് വരിക. ഡ്രോയിങ്സ് ഫേമിലേക്ക് തിരിച്ചടക്കേണ്ട എമൗണ്ട് ആണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഫേമിലേക്ക് അടക്കേണ്ടതാണ്. സോ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഡെബിറ്റ് ഭാഗത്ത് കാണിക്കാം. ഫൈനലി ഷെയർ ഓഫ് ലോസ് ടിൽ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റ് വരെയുള്ള പ്രോഫിറ്റ് നമ്മൾ എവിടെ കാണിച്ചത്? ക്രെഡിറ്റ് ഭാഗത്താണ്. സോ റിട്ടയർമെൻറ്റ് വരെയുള്ള ലോസ് ആണെങ്കിൽ, പ്രീവിയസ് ഇയറിലെ ലോസ് ആണെങ്കിൽ ആ ലോസ് നമ്മളിവിടെ കാണിക്കുക ഡെബിറ്റ് സൈഡ് ഓഫ് ദി ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ഉണ്ടാവുക. ഇത് കൃത്യമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആയിരിക്കും ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ. ആ റിട്ടയറിംഗ് പാർട്ട്ണറിന് കൊടുക്കാനുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ.